ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഞാൻ ക്യൂൻസ്ലാൻഡ് ഓസ്ട്രേലിയയിലെ ഒരു സ്റ്റേറ്റാണ്. അതിൻ്റെ ക്യാപിറ്റലാണ് ബ്രിസ്ബെയിൻ. ഞാനിപ്പോൾ ഉള്ളത് ബ്രിസ്ബെയിനിൽ എൻ്റെ മകൻ്റെ വീട്ടിലാണ്. നമുക്ക് രാവിലെ ഒരു ദിനചര്യ ഉണ്ടല്ലോ, എല്ലാ ദിവസവും ഒന്ന് നടക്കാൻ പോകുന്നത്. ഇവിടെ വന്നപ്പോഴും ഞാൻ വിചാരിച്ചു അതൊന്ന് ചെയ്തേക്കാന്ന്. അങ്ങനെ ഞാൻ രാവിലെ തന്നെ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ. ഭയങ്കര കാറ്റും കുറച്ച് തണുപ്പൊക്കെ ഉണ്ട്. എങ്കിൽ കൂടെ നോക്ക് എന്ത് ഭംഗിയാന്ന് നോക്ക്. ഇപ്പോൾ ഇവിടെ സ്പ്രിങ് തുടങ്ങിയ സമയമാണ്. ഇതിങ്ങനെ നിറച്ച് പൂക്കളൊക്കെയാണ്. കണ്ടോ, ഇത് ഭംഗിയല്ലേ കാണാനായിട്ട്. ഇപ്പം ഒരു സ്ഥലത്തിങ്ങനെ നിന്ന് ഇതിനു വേണ്ടി വീഡിയോ എടുക്കുവാണേ. ഞാൻ ഇതിൻ്റെ ചുറ്റുപാടൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ അവരുടെ ഫ്ലാറ്റിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയതാണ് വേണ്ടി. ഇവിടെ സ്പ്രിങ് തുടങ്ങിയതുകൊണ്ട് എല്ലാ ട്രീസും ഇങ്ങനെ ഭയങ്കര കളർഫുള്ളൊക്കെ ആയിട്ട് ഉണ്ടോ, ഇങ്ങനെ ഭയങ്കര പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുക. എന്ത് ഭംഗിയല്ലേ ഉണ്ടോ. ഇതൊക്കെ കണ്ട് നടക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു ഭയങ്കര രസമാണ്. ഉണ്ടോ, വാ സൂപ്പർ. ഓക്കെ, ഞാൻ എൻ്റെ നടത്തം സ്റ്റാർട്ട് ചെയ്തിട്ട് ബാക്കിയൊക്കെ പറഞ്ഞു തരാം കേട്ടോ. അടുത്ത് തന്നെയാണ് ബ്രിസ്ബെയിൻ സിറ്റിയിൽ നിന്ന് ഒരു 30 കിലോമീറ്റർ ഉണ്ട്. പിന്നെ ഇവർ താമസിക്കുന്ന അവിടെ സ്ഥലത്തിൻ്റെ പേര് മാംഗോ ഹിൽ എന്നാണ്. നോർത്ത് ലേക്സ് മാംഗോ ഹിൽ. അപ്പം ഒരു റെസിഡൻഷ്യൽ ഏരിയയും കം ഒരു ബിസിനസ്സും എല്ലാ ഓഫീസുകളും എല്ലാം ഉള്ളൊരു ഏരിയയാണ് അവർ താമസിക്കുന്നത്. ഇവിടെ ഒരു ജംഗിൾ എന്ന് പറഞ്ഞിട്ട് ഒരു വലിയൊരു എന്തോ പിള്ളേരുടെ ഒക്കെ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്ക് പോലെ അവരുടെ വീടിന് മുന്നിൽ തന്നെ ഒരെണ്ണം ഇങ്ങനെ കൺസ്ട്രക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ആ കൺസ്ട്രക്റ്റ് ചെയ്യുമ്പോൾ കണ്ടില്ലേ, റോട്ടിലേക്കൊന്നും വീഴാതെയൊക്കെ ഭയങ്കര പ്രിക്കോഷൻസൊക്കെ എടുത്തിട്ടാണ് അവർ ഇതെല്ലാം ചെയ്യുന്നത്. നമ്മളിങ്ങനെ ഇവിടെ ഞാൻ നടക്കുന്ന ഈ വഴിയിൽ തന്നെ ഇവിടെ ഒരു നോർത്ത് ലേക്സ് ടെറസ് കെയർ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ടൊരു ഏജിങ് ഈസ് ലിവിങ് അതാണ് ഈ ബിൽഡിങ്. എന്താ ഇത് മോനൊക്കെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ നല്ല കുറച്ച് പിന്നെ ഫിനാൻഷ്യലി ഭയങ്കര സൗണ്ടായിട്ടുള്ള ആൾക്കാർ താമസിക്കുന്ന ഒരു ഫ്ലാറ്റാണ്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും പേരൻസ് മക്കളുടെ കൂടെ താമസിക്കില്ല. അങ്ങനെ ഒരു കൺസെപ്റ്റേ അവരുടെ ചിന്തയിലില്ല. അവർ ഏജ് ആകുമ്പോൾ അവർ സ്വന്തം ഹസ്ബൻഡും വൈഫും ഉണ്ടെങ്കിൽ ഒന്നിച്ച്, അല്ലെങ്കിൽ ആരെങ്കിലും ഒരു പാർട്ട്ണർ പോയി കഴിഞ്ഞാലും അവർ തനിയെ ഇങ്ങനെ താമസിക്കും. അവിടെ ഇടയ്ക്ക് ഇങ്ങനെ മക്കൾ വിസിറ്റ് ചെയ്യും, ബർത്ത്ഡേയ്സിനും അല്ലെങ്കിലും ഇടയ്ക്കൊക്കെ അവർ പോകും. അത്രയൊക്കെ ഉള്ളൊരു ഇതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ തനിയെ ഒരു വീട്ടിലായിരിക്കും താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്കതൊരു വിഷയമുള്ള കാര്യമല്ല. ഞാനിങ്ങനെ അതിനെക്കുറിച്ച് കേട്ടപ്പോൾ ഞാൻ വിചാരിക്കും അങ്ങനെ താമസിച്ച് എന്തൊരു ലോൺലിനെസ് ആയിരിക്കും ഇല്ലേ. കുറച്ച് നേരം തന്നെ ഇരുന്നാൽ പോലും നമുക്ക് ഭയങ്കര ഏകാന്തത ഫീൽ ചെയ്യും. അങ്ങനെയൊക്കെ യൂറോപ്യൻ കൺട്രീസിലൊക്കെ അങ്ങനെയാണ്. ഞാനിപ്പം ഒരു ഷോർട്ട് കട്ട് പോലെ അവരുടെ വീടിൻ്റെ അവിടെ നിന്ന് നടന്നിട്ട് മെയിൻ റോഡിലോട്ട് കയറുക. മെയിൻ റോഡ് എന്ന് പറഞ്ഞാൽ ഇവർ ഹൈവേക്ക് ഇവിടെ പറയുന്ന മോട്ടോർ വേ അങ്ങോട്ടല്ല. ഇത് നമ്മളുടെ സാധാരണ റോഡില്ലേ, അതാണിത്. അതിലേക്ക് ഇങ്ങനെ നടക്കുക. ഞാനിപ്പോൾ നടക്കുന്നത് നമ്മുടെ വാക്ക് വേ ആണ്. കണ്ടില്ലേ, റോഡ് ഇവിടെ, അത് കഴിഞ്ഞ് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വീണ്ടും നമുക്ക് നടക്കാനുള്ള വഴി. കണ്ടോ എന്ത് ഭംഗിയായിട്ടാണ് ചെയ്തിട്ടേക്കുന്നതെന്ന്. നമ്മൾ എങ്ങോട്ട് നോക്കി നടന്നാലും നമ്മൾ തട്ടുവോ വീഴുവോ ഒന്നും ചെയ്യത്തില്ല. നമുക്ക് ഇങ്ങനെ സുഖമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി ചെടികളും ഒക്കെ ആസ്വദിച്ച് റോഡിലേക്കൊക്കെ നോക്കി നമുക്ക് നടക്കാനായിട്ട് പറ്റും. അതൊക്കെ ഭയങ്കര. പിന്നെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഇതുണ്ട് ഇവിടെ ഈ വണ്ടികൾ ഈ ഒരു സിഗ്നലിൽ നിൽക്കുക. അവർ വണ്ടി നിർത്തിയിടുമ്പോൾ കണ്ടോ, ആ പാലിക്കേണ്ട അകലം പാലിച്ച് മാത്രമേ ഇവിടെ വണ്ടികൾ പാർക്കായ സിഗ്നലിൽ പോലും നിർത്തിയിടുന്നതും
പിന്നെ വണ്ടിയുണ്ട് റോട്ടിൽ കൂടെ പോകുന്ന. നമ്മളൊക്കെ ഇന്ത്യയിൽ നമ്മളൊക്കെ വണ്ടി ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ വേണ്ടി നമ്മൾ പഠിക്കുമ്പോൾ നമ്മളിങ്ങനെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളൊരിക്കലും അത് പാലിക്കുന്നില്ല. ഇവിടെയൊക്കെ കണ്ടോ. പിന്നെ വേറൊന്നുണ്ട്, ഇവിടെ അതിനുള്ള എല്ലാ സൗകര്യമുണ്ട്. ഈ റോഡ് തന്നെ ഇപ്പം ഇവിടെ 3 ലൈന്, അപ്പുറത്ത് 3 ലൈൻ, അപ്പോൾ 6 ലൈൻ റോഡാണ്. പിന്നെ എന്തൊരു വലിയ ജംഗ്ഷനാണ് കണ്ടില്ല. അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളെല്ലാം കൂടുതലുള്ള ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു കൺട്രിയാണല്ലോ. അതുമായിട്ട് നമ്മുടെ രാജ്യത്തൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഞാനെപ്പോഴും പറയും, നമ്മുടെ രാജ്യത്തുള്ള സൗകര്യം വെച്ചിട്ട് ആൾക്കാർ അത്രയും നന്നായിട്ട് വണ്ടി ഓടിക്കുന്നില്ലേ. ഇവിടെ എല്ലാ ഫെസിലിറ്റിയും എല്ലാ സൗകര്യവും ഉണ്ട് ഇവർക്കിവിടെ. ഇതിപ്പം കണ്ടോ, ഇതൊക്കെ ഒരു ഷോപ്സാണ്, കുറേ ഷോപ്സ് എല്ലാം ഉണ്ട്. അങ്ങനെ ഇതുണ്ടോ, ഈ നടക്കുന്ന റോഡിൻ്റെ 2 സൈഡിലും ഭയങ്കര ഇതുണ്ട്. നടുക്ക് ഇങ്ങനെ ചെടിയെല്ലാം വെച്ച് ഈ ലൈറ്റിൻ്റെ ഗ്ലെയർ അടിക്കാതെ അങ്ങോട്ട് പോകുന്ന വണ്ടികളുടെ ഗ്ലെയർ ഇങ്ങോട്ട് പോകുന്ന വണ്ടികളുടെ മേലെ അടിക്കാതെയൊക്കെ ഭയങ്കര പ്രിക്കോഷൻസ് എടുത്തേക്കുക. രാവിലെ നടക്കാൻ വന്ന ഒരു ഫാമിലിയാണെന്ന് തോന്നുന്നു. അവരിങ്ങനെ എന്തോ എല്ലാവരും എന്തോ സംസാരിച്ചുകൊണ്ട് നിൽക്കുക. ചിലപ്പം മേ ബി അപ്പനും അമ്മയും അങ്ങനെയൊക്കെ ആയിരിക്കാം, അറിയില്ല. എല്ലാവരും ഇങ്ങനെ മോർണിംഗിൽ നടക്കാനിറങ്ങും. അങ്ങനെയൊക്കെയുള്ളൊരു പരിപാടികളൊക്കെയാണ് ഇവിടെ. പിന്നെ ഞാൻ ഈ നടക്കുന്ന വഴിയിലേ എപ്പോഴും കാണുന്ന ഒരു സംഗതിയാണ്, നമ്മുടെ ഈ മരിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ അല്ലേ അവിടെ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇവിടെ കണ്ടോ, ഇങ്ങനെ ഒരു പല കമ്പനികളുണ്ട്. അതിലൊരു കമ്പനി ഇവരുടെ വീടിൻ്റെ അടുത്തുള്ളതാണ്. KM സ്മിത്ത് ഫ്യൂണറൽ ഡയറക്ടേഴ്സ് സിൻസ് 1883. അപ്പോൾ നമ്മൾ ഒരു ഡെത്ത് ഉണ്ടായാൽ എല്ലാ സംഗതികളും നമ്മൾ അവിടെ ഇവരെ ഏൽപ്പിക്കുക ചെയ്യുന്നത്. അവർ അതിൻ്റെ A to Z എല്ലാം ചെയ്ത് തരും, നമ്മളൊന്നും അറിയണ്ട. പിന്നെ ഇപ്പം ഡെത്തൊക്കെ ഉണ്ടായാൽ ബോഡിയൊന്നും നമ്മുടെ പോലെ വീട്ടിൽ വെക്കില്ല, അതിനൊരു സ്പെഷ്യൽ സ്ഥലമുണ്ട്. ഇതെല്ലാം ഈ റോഡ് സൈഡിൽ വച്ച് പിടിപ്പിച്ചിരിക്കുന്ന ചെടികളാണ് കേട്ടോ. ഈ ചെടി നമുക്കിഷ്ടമായതുകൊണ്ട് ഇതെല്ലാം കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ നടക്കാം. പിന്നെ മൊത്തം പുറത്തേക്കെല്ലാം കാഴ്ചകളാണല്ലോ, നമ്മുടെ നാടല്ലല്ലോ. അപ്പോൾ പലതും ഇങ്ങനെ ആണ്. എൻ്റെ റൂബേബി, എൻ്റെ ഗ്രാൻഡ് ഡോട്ടർ പഠിക്കുന്ന കിൻഡർ ഗാർഡൻ. ഇത് ഏകദേശം നമ്മളുടെ നാട്ടിലുള്ള ഒരു നമ്പ്യാർ വട്ടം എന്നൊക്കെ പറയില്ലേ, ആ ഒരു പൂവിനോട്. ഞാൻ നോക്കട്ടെ ഇതിന് മണമുണ്ടോന്ന്. മണമുണ്ട് കേട്ടോ. സെയിം റോഡ് സൈഡിൽ. ഇത് ഭംഗിയല്ലേ കാണാനായിട്ട്. സൗകര്യങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൽ അങ്ങനെയില്ല. ഇതാ ഒരു ചേട്ടനെ, ഒരു ഓസ്ട്രേലിയൻ ചേട്ടൻ കണ്ടോ, പട്ടിയും കൊണ്ട് വരിക. നമ്മൾ നടക്കാനൊക്കെ പോകുമ്പോഴേ ഇവിടുത്തെ ഒരു കാട്ടുകോഴിയാണ് കേട്ടോ ഇത്. കണ്ടോ 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 കണ്ടോ. ഇതിനെ ആരും ഒന്നും ചെയ്യില്ല. ഇത് കണ്ടോ, ഇതിങ്ങനെ അത്ര വലിയൊരു കോഴിയാണ് ഇതിങ്ങനെ നടക്കും ഇതിലോ എല്ലാം. ആരും ഒന്നും ചെയ്യില്ല. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇല്ലേ അപ്പോഴേ ഇതുണ്ടല്ലോ ഇല്ലേ ഇപ്പോൾ.